ഹലോ, എൻ്റെ പേര് ഡോക്ടർ അഖില, ചീഫ് ഫിസിഷ്യൻ അറ്റ് പത്മസ്പർശ ആയുർവേദ ആൻഡ് കോസ്മെറ്റിക് ക്ലിനിക്, നന്തൻകോട്, എക്സ്ക്ലൂസീവ്ലി ഫോർ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫൈബ്രോമയാൽജിയ. ഫൈബ്രോമയാൽജിയ അല്ലെങ്കിൽ ക്രോണിക് ഫെറ്റിക് സിൻഡ്രം. ഫൈബ്രോമയാൽജിയ കൂടുതലും കാണുന്നത് 30 തൊട്ട് 45 വയസ്സിന് പ്രായമുള്ള സ്ത്രീകളിലാണ് ഫൈബ്രോമയാൽജിയ കൂടുതലുമായിട്ട് കാണുന്നത്. ഇനി എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ വരുന്നത്? ശരീരാസകലമായ വേദന, വിട്ടുമാറാത്ത തലവേദന, പിന്നെ ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ് അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് കാണപ്പെടുന്നു. പിന്നെ ചില സ്ത്രീകളിൽ IBS എന്ന് പറയും, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം, ആങ്സൈറ്റി കൂടുതലുള്ളവർക്കാണ് ഇത് കാണുന്നത്. ഇടവിട്ട് കോൺസ്റ്റിപ്പേഷനും ലൂസ് മോഷനും അങ്ങനെയൊക്കെ വരുന്നതാണ് IBS എന്ന് പറയുന്നത്. ഇത്രയുമാണ് ഫൈബ്രോമയാൽജിയയുടെ പ്രധാനമായ സിംറ്റംസ്, രോഗലക്ഷണങ്ങൾ. ഇനി നമ്മൾ ഫൈബ്രോമയാൽജിയ എങ്ങനെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുക? ഫൈബ്രോമയാൽജിയ നമുക്ക് പ്രത്യേകിച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ നമുക്കത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത് ഒന്നെങ്കിൽ സന്ധിവാതമോ അല്ലെങ്കിൽ ആർത്രൈറ്റിസോ ആണെന്ന് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. മീൻസ് സന്ധിവാതത്തിൻ്റെയോ ആർത്രൈറ്റിസിൻ്റെയോ എക്സാമിനേഷൻസ് നമ്മൾ ചെയ്യണം, ബ്ലഡ് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് സന്ധിവാതമോ ആർത്രൈറ്റിസോ ആണെന്ന് നമുക്ക് സ്ഥിരീകരിച്ചിട്ട് ഫൈബ്രോമയാൽജിയ അല്ലെന്ന് സ്ഥിരീകരിക്കാം. ഇനി ഇതൊന്നും കാണുന്നില്ലെങ്കിൽ നമുക്കത് ഫൈബ്രോമയാൽജിയ ആയിട്ട് തന്നെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം. ഇനി ഫൈബ്രോമയാൽജിയെ നമ്മൾ എങ്ങനെയാണ് ആയുർവേദത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ, വാദത്തിൻ്റെ വർധനമായ ഒരു കണ്ടീഷനിലാണ് ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത്. മൊത്തത്തിൽ വേദന അങ്ങനെയൊക്കെയുള്ളൊരു കണ്ടീഷനാണ് ഫൈബ്രോമയാൽജിയ വരുന്നത്. പിന്നെ ഈ കൂടുതലും സ്ട്രെസ് റിലേറ്റഡ് ആയിട്ട് വരുന്നവർക്കാണ് ഫൈബ്രോമയാൽജിയ പ്രധാനമായിട്ട് കാണുന്നത്. ഇനി നമ്മൾ ഫൈബ്രോമയാൽജിയ എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത്, പ്രധാനമായിട്ടും നമ്മൾ ആയുർവേദത്തിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് അഭ്യംഗം പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം. എന്ന് വെച്ചാൽ അഭ്യംഗം എന്ന് പറയുന്നത് ഫുൾ ബോഡി മസാജ്, കൂടുതലും വാദശമനമായിട്ടുള്ള എണ്ണകൾ യൂസ് ചെയ്തിട്ടുള്ള ഫുൾ ബോഡി മസാജ് കൊടുക്കാം. പിന്നെ കിഴികൾ ലൈക്ക് ഇലക്കിഴി, പൊടിക്കിഴി, നാരങ്ങക്കിഴി, ഇങ്ങനത്തെ കിഴികൾ കൊടുക്കാം. പിന്നെ കായസേകം അല്ലെങ്കിൽ ധാര, ഫുൾ ബോഡി ധാര, അത് നമ്മൾ ഒന്നെങ്കിൽ ഓയിൽ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കഷായം യൂസ് ചെയ്തിട്ടോ ആയിരിക്കും ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരു നെർവ് സ്റ്റിമുലേഷൻ ആണ് നടക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് വേദനകൾ കുറയ്ക്കാം. അങ്ങനെയൊക്കെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് കൂടുതലും സ്ട്രെസ് റിലേറ്റഡ് ആയത് കാരണം നമുക്ക് ഒരു സ്ട്രെസ് റിലീഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സും കൊടുക്കാം. ലൈക്ക് ശിരോധാര, ഹെഡ് മസാജ്, പിന്നെ തല പൊതിച്ചിൽ പോലത്തെ ട്രീറ്റ്മെൻറ്റ്സ് കൊടുക്കാം. ഇത് കാരണം ആൾക്കാർക്ക് ഉണ്ടാകുന്ന ആൻസൈറ്റി, ഉറക്കക്കുറവ് ഒക്കെ ഒരു ലിമിറ്റ് വരെ നമുക്ക് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് അല്ലാതെ നമുക്ക് കുറച്ച് ഹോളിസ്റ്റിക് അപ്രോച്ചസും ഫൈബ്രോമയാൽജിയ പോലത്തെ കണ്ടീഷൻസിൽ കൊടുക്കാം. ലൈക്ക് ഇപ്പം നമുക്ക് മെഡിറ്റേഷൻ, യോഗ അങ്ങനത്തെ ഉള്ള ട്രീറ്റ്മെൻറ്റ്സ്, അങ്ങനത്തെ ഉള്ള തെറാപ്പീസ് അവർക്ക് ചെയ്യാൻ വേണ്ടി സജസ്റ്റ് ചെയ്യാം. പിന്നെ എക്സസൈസ് ഒക്കെ നമുക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാം. ഒരു ഡെയിലി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് ഇവരിൽ കുറേ ചേഞ്ചസ് വരും. കാര്യം എക്സസൈസ് ചെയ്യുമ്പം തന്നെ നമ്മളുടെ ശരീരത്തിലുണ്ടാവുന്ന ഹാപ്പി ഹോർമോൺസ് ലൈക്ക് സെറട്ടോണിൻ്റെ ലെവലൊക്കെ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ പെയിൻ കുറയ്ക്കാൻ വേണ്ടി കുറേ ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ നമ്മൾ ഈ കൂടുതലും ട്രീറ്റ്മെൻറ്റ് വൈസ് അല്ലാതെ നമുക്ക് ചില ആഹാരവിഹാരങ്ങൾ, ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും നമുക്ക് ഫൈബ്രോമയാൽജിയ വരുന്നവർക്ക് നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ കൂടുതലും ഈ പ്രോസസ്ഡ് ഫുഡ് ഹാബിറ്റ്സിൽ പറയുമ്പോഴത്തേക്ക് പ്രോസസ്ഡ് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയാം, ജങ്ക് ഫുഡ്സ് അവോയ്ഡ് ചെയ്യാൻ പറയാം. പിന്നെ റെഡ് മീറ്റ് അവോയ്ഡ് ചെയ്യാം. പിന്നെ ഹൈ കണ്ടൻ്റ് ആയിട്ട് ഷുഗർ സിറപ്പ്, ഹൈ ഫ്രക്ടോസ് മീൻസ് ഷുഗർ സിറപ്പ് എന്ന് പറയുമ്പം പഞ്ചസാര കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറയാം. കാരണം ഇതൊക്കെ ഒരു വാദത്തിൻ്റെ വാദദോഷത്തിൻ്റെ വർധന ഉണ്ടാവുന്നതാണ് ഇതൊക്കെ. ഇത് കാരണം നമുക്ക് വേദനകളൊക്കെ വീണ്ടും കൂടാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അതേ കണക്ക് തന്നെ നമുക്ക് അവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാവുന്നത് ഒരു ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് അവരുടെ അടുത്ത് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഒരു ലോ കാലറി ഡയറ്റ് സജസ്റ്റ് ചെയ്യാം. പിന്നെ ഇത് കണക്ക് തന്നെ ആൻറ്റി ഓക്സിഡൻസ് അധികം അടങ്ങിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറയാം. ഇങ്ങനത്തെയൊക്കെ ഫുഡ് ഹാബിറ്റ്സും ലൈഫ് സ്റ്റൈലും നമ്മൾ എടുക്കുമ്പം തന്നെ നമുക്ക് ഇങ്ങനത്തെ അസുഖങ്ങൾ കുറയ്ക്കാനുള്ള കൺട്രോൾഡ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇത് കൂടുതലും ഞാൻ പറഞ്ഞ കണക്ക് സ്ട്രെസ് റിലേറ്റഡ് ആയത് കാരണം എപ്പോഴും ഫൈബ്രോമയാൽജിയ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു ആൻസൈറ്റിയോ ഡിപ്രഷനോ അവർക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഒരു
അസുഖമാണ്. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് അവർക്ക് ഒന്നെങ്കിൽ സൈക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്യുന്നതിന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. കാര്യം ഒരു സൈക്കാട്രിസ്റ്റിനോ സൈക്കോളജിസ്റ്റിനോട് അവർ സംസാരിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ഡിപ്രഷനോ അല്ലെങ്കിൽ ആൻസൈറ്റിയോ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആയിട്ട് ഒരു സൈഡ് തെറാപ്പി ആയിട്ട് തന്നെ അവർക്ക് പോകും. അവരൊന്നെങ്കിൽ അവർക്ക് ആൻറ്റി ഡിപ്രസൻസോ അല്ലെങ്കിൽ ബിഹേവിയറൽ തെറാപ്പി പോലത്തുള്ള ട്രീറ്റ്മെൻറ്റ്സ് അവർക്ക് സജസ്റ്റ് ചെയ്യും. അത് കാരണത്താൽ ഈ അസുഖത്തിൻ്റെ കൂടെ വരുന്ന ആൻസൈറ്റി പോലത്തുള്ള അസുഖങ്ങളും നമുക്ക് ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഫൈബ്രോമയാൽജിയ എന്ന് പറയുന്നത് പൊതുവേ ഒരു ഫുൾ ബോഡി പെയിൻ ആണെങ്കിലും ഇതൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അത് മിക്ക സ്ത്രീകളിലും ഇത് മനസ്സിലാക്കുന്നത് കുറേ തവണ കുറേ കൺസൾട്ടേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അവർക്കിത് മനസ്സിലാവുന്നത് ഇത് ഫൈബ്രോമയാൽജിയ ആണെന്ന്. അതൊരു സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടാണെന്ന് മനസ്സിലാക്കുന്നത് കുറേ സ്റ്റേജസ് കഴിയുമ്പോഴാണ്. അതിന് പകരം അവരൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ കുറേ ട്രീറ്റ്മെൻറ്റ്സ് അവർ വെറുതെ എടുത്തെടുത്ത് പോവുകയായിരിക്കും. അപ്പോഴത്തേക്കുണ്ടാകുന്നൊരു രോഗശമനം മാത്രമായിരിക്കും ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്നത്. അതിനൊരു കണ്ടിന്യൂസ് ക്യൂർ അവർക്ക് മീൻസ് ഒരു കംപ്ലീറ്റ് ക്യൂർ അവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഫൈബ്രോമയാൽജിയ പോലത്തുള്ള അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് അത് നമ്മളൊരു പ്രോപ്പർ ഡയഗ്നോസ് ചെയ്യുക, പിന്നെ അതിന് പറ്റിയൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ എടുക്കുക. അതിൻ്റെ കൂടെ നമുക്കുണ്ടാകുന്ന സ്ട്രെസ് പോലത്തുള്ള ഒരു സ്റ്റേറ്റിന് നമ്മളത് ഓവർകം ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക. പിന്നെ ഇതൊരു പിന്നെയും റിയക്കർ ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു അസുഖമായതിനാൽ ഇതൊരു അതിന് കംപ്ലീറ്റ് ക്യൂർ അവൈലബിൾ അല്ല. അപ്പം നമ്മൾ അതിന് പ്രിപ്പയർഡ് ആയിട്ട് വേണം. മീൻസ് അടുത്ത നമുക്കൊരു ആൻസൈറ്റി വരുമ്പോൾ വീണ്ടും നമുക്ക് ഈ വേദനകളൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ഫൈബ്രോമയാൽജിയ പോലത്തെ അസുഖങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ സ്ട്രെസ്സിൻ്റെയൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടി ഒരു സൈക്കോളജിക്കൽ കൺസൾട്ടേഷനും പിന്നെ നമുക്ക് കുറേ ഹോളിസ്റ്റിക് അപ്രോച്ചസും കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഈ അസുഖം ഒരു വിധത്തിൽ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും.